ഹായ് ഹബീബ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഒരു കാട്ടിനുള്ളിലാണ്. ഇവിടെ ഇതിനുള്ളിലൊരു ഗുഹയുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ നമുക്ക് കയറാനുള്ള പെർമിഷൻ ഉണ്ടോ എന്തോ എനിക്കറിയാൻ പാടില്ല. എന്നോട് അവിടുന്ന് പോരുമ്പോൾ പറഞ്ഞത് ഇതിലൊക്കെ ഒച്ചയിട്ട് പോയാൽ മതി, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എന്നെ ചുറ്റി കാടാണ്. വീടുകൾ നമുക്ക് വരുന്നത് അവിടെ സ്റ്റാർട്ടിങ്ങിലാണ്. പക്ഷേ ഈ ആംബിയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ഇച്ചിരിയൂടെ കുറച്ചുകൂടെ പോകാനുണ്ട്. പക്ഷേ എനിക്ക് വഴി തെറ്റിയോ വഴി തെറ്റിപ്പോയാൽ നമ്മൾ തീർന്ന്. ഇത് എവിടേക്കാണ് എത്തുക എന്നുള്ളതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങോട്ടൊക്കെ ഈ കാട്ടിനുള്ളിലേക്കാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഐ തിങ്ക് സോ, അവിടേക്കാണെന്ന് തോന്നുന്നു. കുറച്ച് ഒച്ചയൊക്കെ ഇട്ടിട്ട് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പൊയ്ക്കോട്ടെ. ആൻഡ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് കമ്മിങ് ത്രൂ. ഫുള്ള് മാറല്ല. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ എം സെയിങ്. ഗുഡ്, ഇതാണ് ഞാൻ പറഞ്ഞ ഗുഹ. ഇത് ഫസ്റ്റ് ടൈം നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് പുലിമുരുകനിലൊരു പുലീൻ്റെ ഷോട്ടുണ്ട്, പുലി കയറി വരുന്നത്. കറക്റ്റ് ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇനി ഇവിടുന്ന് പുലി കയറി വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് ഫോണിലൂടെ കണ്ടിട്ട് എന്തുമാത്രം എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ ഇപ്പം ഒറ്റയിങ്ങനെ നിൽക്കുമ്പോൾ നല്ല പേടിയുണ്ട്. കാരണം സത്യമായിട്ടും എന്നെ ചുറ്റി കാടാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗുഹ. ഇവിടെ നിന്ന് നമ്മൾ കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലായിട്ട് നമുക്കിതിൻ്റെ ഒരു കവാടം കാണാം. ഇത് എനിക്ക് തോന്നുന്നു ആദിവാസികളുടെ ഒരു ആരാധനാലയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ കയറി വരുന്നിടത്ത് ഇവിടെ ഒരു തൊട്ടിലായിട്ട് നമുക്ക് കാണാം. ഇവിടെ വിളക്ക് കത്തിച്ചതിൻ്റെ നമ്മുടെ ദീപം തെളിയിക്കുന്നതിൻ്റെ പാത്രങ്ങൾ കാണാം. ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ വവ്വാലുകൾ പാറി കളിക്കുന്നുണ്ട്. വൺ ടൈം ഞാനിവിടെ വന്നിരുന്ന സമയത്ത് ഇവിടെ കുറേ കോയിൻസ് ഒക്കെ ഉള്ളിലിട്ടുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ നേർച്ചയായിട്ട് ഇട്ടതായിരിക്കാം. സത്യമായിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ധൈര്യമില്ല. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കയറാം.